ഉപകാരം ചെയ്യോ? എന്തേ? ഇന്നൊന്ന് സഹായിക്കണോ? ഞാനിപ്പോ എടുത്തിട്ട് ഏകദേശം ഒരു 1500 സാധനം ഉള്ളൂ. അതിന് അപ്പൊ ഇവിടെ 5000 റുപ്യന്റെ ബില്ലാക്കിയാലേ നമുക്ക് ആ കൂപ്പൺ കിട്ടുള്ളേ. വേൾഡ് കപ്പ് കാണാനുള്ള. വേൾഡ് കപ്പിന്റെ എനിക്ക് കാണാൻ മൂടുണ്ടോ വേൾഡ് കപ്പ്? നമുക്ക് താല്പര്യമില്ല. ഇല്ല. അപ്പഴേ ഇന്നോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലേ എന്റെ ബില്ലും എന്റെ ബില്ലും കൂടി കൂട്ടി ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിലേ ആ കൂപ്പൺ കിട്ടും. അല്ല അപ്പൊ എന്റെ സാധനം എനിക്ക് വേണ്ട. സാധനമൊക്കെ വേറെ കവറിലിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബിരിച്ചെടുക്കാം. ബില്ല് മാത്രം ഒരുമിച്ചാക്കിയാലേ ഈ കൂപ്പൺ കിട്ടും. അങ്ങനെ കൂപ്പട്ടാലേ പല രീതിയിലും ഭാഗ്യം വരണം. എനിക്ക് അങ്ങോട്ട് പോയിക്കൂടെ? വണ്ടികളുടെ ആഗ്രഹം നടക്കട്ടെ. സാധനം എടുത്തു കഴിഞ്ഞപ്പോ എല്ലാം എടുത്തു കഴിഞ്ഞാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല അതാണ് അവൻ 2 അടിയുടെ കട്ട പിടിപ്പിച്ചു തന്നതേ. ഇപ്പൊ പൊക്കത്തിൽ 8 അടി വരും. അല്ല ഇവിടെ സത്യശീലനും മന്മഥനൊക്കെ ഉണ്ണിയുടെ അടുത്ത് അത്ര കൊടുത്തേക്കണത്. അവനെ ഏക്കൂല. പിന്നെ അവരെ പറഞ്ഞു ഞാൻ കേട്ടല്ലേ ഏറ്റു. ശരി ഒന്ന് വിളിച്ചു അല്ല നെയ്മറുടെ പൊക്കോളൂന്ന് പറഞ്ഞ് സെക്രട്ടറി സൂതാരൻ ഇപ്പൊ എന്റെ വെക്കിട്ട് കയറിയാണ്. അതെ ഈ സത്യശീലനൊക്കെ നിനക്ക് മെസ്സിയുടെ കട്ടൗട്ട് ഉണ്ടാക്കാൻ ഓർഡർ തന്നിട്ടുണ്ടോ? അല്ല നീ അപ്പൊ അത് ഏക്കാൻ പാടില്ല. നീ നമ്മുടെ ടീമല്ലേ? ആണോ? നിന്റെ പണി ചെയ്യണേ കുഴപ്പമില്ല. അതെ എത്ര അടിയാ പറഞ്ഞണ? അതെ നമ്മുടെ നെയ്മറിനെ ഉണ്ടാക്കിയേക്കണ അതേ പൊക്കം മാത്രം അതിനും പാടുള്ളൂ. 1 ഇഞ്ച് കൂടിയാ നിന്റെ കയ്യും കാലും ഞങ്ങൾ വെട്ടിക്കളയും കേട്ടാ. കൂടുകയും ചെയ്യരുത്. നമ്മുടെ ഇതിനെക്കാണ് 1-2-3 ഇഞ്ച് കുറഞ്ഞു തന്നാൽ മതി. അവർ അളക്കാനൊന്നും പോവില്ല. അവരെപ്പോഴാ മേടിക്കാൻ പറ്റും ചോദിക്കും. അതെ അവരെവിടെ വെക്കണേന്ന് വല്ലതും പറഞ്ഞാ? ആണോ? എപ്പോഴാ വാങ്ങണത്? അതിനു മുമ്പ് നമുക്ക് വെക്കാനാണ്. ശരി. ഓക്കെ എന്നാ. ജയ് ബ്രസീൽ. അതെ അവരാ പള്ളിയിറക്കാവ് അമ്പലമില്ലേ അതിന്റെ ഫ്രണ്ടിലാണ് വെക്കാൻ ഉദ്ദേശിച്ചാണ്. നാളെ രാവിലെ ഒന്ന് മേടിക്കുള്ളൂ എന്നാ പറഞ്ഞത്. നാളെ രാവിലെ അവിടെ വന്ന് അവര് മേടിക്കുള്ളൂ. നമുക്ക് അവിടെ ചെന്ന് മേടിക്കുമ്പോഴേക്കും നമ്മൾ ഇവിടെ വെക്കണം. നമുക്ക് ആദ്യം വെക്കണം. അപ്പൊ നേരത്തെ എല്ലാവരും വരണം. രാഘവട്ടാ നാളെ നേരത്തെ വരണം. നമുക്ക് കട്ടൗട്ട് വെക്കണ്ടേ? എന്തിനാ എന്നെ പുറത്താക്കിയില്ലേ? ഞാൻ വരുന്നില്ല. വിട്ട് കളരാഘവട്ടെ. നിങ്ങൾ ഇതിന്റെ രക്ഷാധികാരിയല്ലേ? രക്ഷാധികാരി ആ ബഹുമാനം തരുന്നുണ്ട് എനിക്ക്. രാഘവട്ടം ബ്രസീലിന്റെ ആണല്ലേ? അതെ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ മീറ്റിങ്ങിന് വന്നൊക്കെ? അതെ. എല്ലാ കാര്യത്തിലും സഹകരിക്കണം. അതുകൊണ്ടല്ലേ? അതെ. എന്നിട്ട് നിങ്ങൾ എന്നെ പുറത്താക്കിയില്ലേ? അവിടെ കളിക്കുമ്പോ സത്യശീലൻ എന്നെ പിന്നിന്ന് ചവിട്ടല്ലേ ചെയ്ത്. എന്നിട്ട് ചോപ്പ് കാർഡ് എന്തിനാ എന്നെ കാണിച്ചത്? അത് ഫൗള് നിങ്ങളെ ഭാഗത്താണ്. അതുകൊണ്ടാണ് ചോപ്പ് കാർഡ് കാണിച്ചത്. അതെ ആ കളിയുടെ ഒരു ഞാൻ റഫറി അല്ലേ? നാളെ തൊട്ട് അനുസരിക്കാവാ. നാളെ തൊട്ട് രാഘവേട്ടന് ഒരു വിസിലടിച്ചാ കളി അവിടെ നിർത്തും. റെഡ് കാർഡ് കാണിച്ചാൽ ഞങ്ങൾ പുറത്തു പോവുകയും ചെയ്യും. പോരെ റഫറി ആയ അതിന്റെ മാന്യത പിന്നെ അങ്ങനല്ലേ അതിന്റെ ഇത്. അപ്പഴേ നാളെ രാവിലെ നേരത്തെ നമുക്ക് നെയ്മറുടെ കട്ടൗട്ടർ അവിടെ വെക്കണം. എല്ലാവരും ഒരു 7 മണിയാകുമ്പോഴേക്കും വരാം. രതീഷേ വലിയ മുട്ടുകാലിന്റെ അവിടെ എന്താണ് ഒരു പൊടിയൊന്നും തുടച്ചത്? അതെങ്ങനെ വന്നത്? ഇവിടെയാണോ? അവിടെ കൈയിടല്ലേ നെയ്മോനെ കിളിയാവൂലേ? ട്രൗസർ എന്താ കീറിയാൻ തോന്നുന്നു. അത് കീറിയ ട്രൗസർ ഇട്ടതാണില്ലേ? അതല്ല മറ്റവന്മാരെ ഉഗ്രം ഫോട്ടോ വെച്ചാലേ നമുക്ക് പുറകെ പോകാൻ പാടില്ലല്ലോ. അതൊക്കെ എന്തായാലും ചുള്ളനായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നാളെ 7 മണിക്ക് വരാം. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാം? വേറെ ഒന്നുമില്ല. അപ്പൊ രാവിലെ കാണാം. ആയിക്കോട്ടെ. വിളിക്കല്ലേ മെസ്സിന്ന് മാത്രല്ല ഓന്റെ ഉപ്പ ഓന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് മേഴ്സി എന്നാണ്. ഓന്റെ ഉമ്മ വീട്ടിൽ വിളിച്ചിരുന്ന എന്താ അറിയാമോ? മിക്സി.
എന്തേ അതെന്താടാ കളിച്ചു വെച്ചേക്കണത്? നമ്മുടെ നെയ്മർ ഇരിക്കേണ്ടടത്താണ് മെസ്സി ഇരിക്കണത്. അത് ശരിയാണല്ലോ. അത് ഉണ്ണി ചതിച്ചാൽ അവരിന്ന് രാവിലെ വന്ന് പ്ലസ് കൊണ്ടുവരുന്നല്ലേ പറഞ്ഞു. ഉണ്ണി ചതിച്ചായിരുന്നല്ലേ 7 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം എത്രേ? എത്ര സമയം? എന്താ നിങ്ങൾ അതെ അത് നമ്മുടെ വെക്ക നമ്മ പിടിച്ച സ്ഥലമാണ്. ഹലോ ആ മൊയ്തോടെ പറ. ആ എന്താണ്? അതല്ല, ആ സൂപ്പർ മാർക്കറ്റിലെ വേൾഡ് കപ്പ് കാണാനുള്ള ടിക്കറ്റ് എനിക്ക് അടിച്ചേ.